ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS ഡ്രീംസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന ഇതൊരു മിനിയേച്ചർ വെറൈറ്റി ആയിട്ടുള്ള അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മെയിനായിട്ടും അരേലിയയുടെ തന്നെ 3 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 3 വെറൈറ്റീസും പരിചയപ്പെടാം. അതുപോലെ ഈ ഒരു ചെടിയുടെ കുറച്ച് പ്രത്യേകതകൾ, നമ്മളിതിന് കൊടുക്കുന്ന മെയിനായിട്ടുള്ള വളങ്ങൾ, നമ്മൾ നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്ന മിനിയേച്ചർ അരേലിയ വെറൈറ്റിയാണ്. അപ്പോൾ അരേലിയന് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. യെല്ലോ കളറിൽ ലീഫ് വരുന്ന അരേലിയ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു വൈറ്റും ഗ്രീൻ ഷെയ്ഡും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന അരേലിയാണ്. അപ്പോൾ ഇത് മിനിയേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് അധികം ഹൈറ്റിൽ വളരുന്ന വെറൈറ്റി അല്ല. ഇതുപോലെ നമ്മുടെ ചട്ടിയിൽ ഹൈറ്റ് കുറഞ്ഞ് നിൽക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത്. അപ്പോൾ നമ്മുടെ എല്ലാ അരേലിയ പ്ലാന്റും പോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെയും കെയറിംഗ് ഒക്കെ ഏകദേശം സിമിലർ തന്നെയാണ്, മറ്റ് അരേലിയ പ്ലാന്റ്സ് പോലെ തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് എൻ്റെ കയ്യിലുള്ള മറ്റ് 2 വെറൈറ്റി അരേലിയ പ്ലാന്റ്സുകളൊന്ന് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് വെറൈറ്റി അരേലിയ. കണ്ടോ, ഇതുപോലെ ഇപ്പോൾ ഞാൻ 2 പോട്ടിലാണ് ഈ ഒരു അരേലിയ പ്ലാന്റ് നട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു അരേലിയ പ്ലാന്റിൻ്റെ പ്രത്യേകത, ഇതും അധികം വലിപ്പം വയ്ക്കുന്നതല്ല, നല്ല ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് വളരുന്ന പ്ലാന്റാണ്. നമ്മുടെ പോട്ടിൽ കുഞ്ഞു കുഞ്ഞു ലീഫുകളിൽ വരും, നല്ല തിക്കായിട്ടുണ്ട് ലീഫുകൾ അറേഞ്ച്മെൻറ്റും വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിനെ കട്ട് ചെയ്ത് നിർത്തി കൊടുക്കുക. അപ്പം ഞാൻ ഇതിപ്പോൾ കട്ട് ചെയ്യാറായിട്ടുള്ള പ്ലാന്റ് ഞാൻ കട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട്. അപ്പോൾ ഈ അരേലിയ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ഇതിൻ്റെ ചെറിയൊരു സ്റ്റെമ്മ് കിട്ടിയപ്പോൾ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് വളരെ എളുപ്പത്തിൽ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊരു ചെറിയ കുഞ്ഞൊരു തൈ വാങ്ങിയതാണ്, 2 തൈ വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ 2 പോട്ടിലായിട്ട് നട്ടിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ അധികം നമ്മൾ നടുമ്പോൾ പോട്ടിലധികം വെള്ളം കെട്ടി നിൽക്കാത്ത തരത്തിലുള്ള പോട്ടിംഗ് മിക്സ് ഒക്കെ എടുക്കണം. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് അരേലിയ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെടിയുടെയൊക്കെ ലീഫാണ് കൂടുതൽ അട്രാക്ഷൻ. ഇതൊന്നും ഫ്ലവറിങ് ആവുന്ന വെറൈറ്റീസ് അല്ല, ലീഫി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ചെടിയുടെയൊക്കെ ഇതുപോലെ വരുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റെമ്മുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ പൊതുവേ ഞാൻ എൻ്റെ അരേലിയ പ്ലാന്റ്സ് പ്രൊപ്പഗേഷന് വേണ്ടി കട്ട് ചെയ്യുന്നത് കൂടുതലും മഴക്കാലത്താണ്. കാരണം മഴക്കാലം റെയിനി സീസൺസ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് മഴവെള്ളമൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് തന്നെ ഇങ്ങനെ വേരുകൾ വരും. അപ്പോൾ നമുക്ക് എളുപ്പമാണ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ വേര് പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും, എല്ലാ തൈകളും വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെയിനി സീസൺസിലാണ് ഇതിൻ്റെ പ്ലാന്റ്സ് പുതിയത് കട്ട് ചെയ്തെടുക്കുന്നത് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട്. ഈ കാണുന്ന പോലെ ഏകദേശം ഒരു ബോൾ ഷേപ്പിൽ കംപ്ലീറ്റ് നമ്മുടെ പോട്ടിൽ ഇങ്ങനെ കവറായിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയുടെ തന്നെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ആ ഒരു അരേലിയ പ്ലാന്റ് ഞാൻ കട്ട് ചെയ്തെടുത്ത ഒരു സ്റ്റെമ്മാണ് ഈ കാണുന്നത്. കണ്ടോ, അതായത് പോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റ് വളർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഈ അരേലിയ ചെടിയുടെ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ലെങ്തിന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതാണ്ടോ ഇത്രയും ഹൈറ്റിൽ വന്നിട്ടാണ് ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ നമ്മൾ അരേലിയയുടെ സ്റ്റെമ്മ് കട്ട് ചെയ്യുമ്പോൾ നീളം കുറച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇതുപോലെ സ്റ്റെമ്മിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നീളം കുറച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ബുഷിയായിട്ട് നിൽക്കും, ഇതുപോലെ ഇങ്ങനെ ഹൈറ്റിൽ വളരാതെ ബുഷിയായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് നട്ട കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ഈ പ്ലാന്റ്സ് കണ്ടോ, നമ്മൾ ഇതുപോലെ നീളം കുറച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ ബുഷിയായിട്ട് നമ്മുടെ പ്ലാന്റ് വളർന്ന് വരും. കണ്ടോ, അതെല്ലാം നോക്കി കുറച്ച് ഹൈറ്റിൽ വന്നിട്ടായിരിക്കും അതിൻ്റെ ലീഫുകൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ അരേലിയ പ്ലാന്റ്സ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ലെങ്ത് കുറച്ച് വേണം നമ്മളിതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നല്ല ഭംഗിയാണ്, നല്ല ഗ്രീൻ കളറാണ്. അപ്പോൾ നന്നായിട്ട് സൺലൈറ്റൊക്കെ അടിക്കുന്ന ഭാഗത്താണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ലീഫൊക്കെ നല്ല യെല്ലോ കളറിലേക്ക് ചേഞ്ച് ആവും. അപ്പം നമ്മുടെ ഈ അരേലിയ ചെടിയിൽ പൊതുവെ വലിയ കീടശല്യങ്ങളൊന്നും അങ്ങനെ കണ്ടുവരാറില്ല, നമുക്ക് വളർത്തിയെടുക്കാൻ ഈസിയാണ്. അതായത് പണ്ട് മുതലേ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന അരേലിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ വെരിഗേറ്റഡ് പ്ലാന്റ്സാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു വെറൈറ്റിയാണ്. ഫുൾ ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീഫൊക്കെ വരെ, നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട്. അപ്പോൾ ഈ അരേലിയ ചെടിക്ക് നമുക്ക് അധികം പരിപാലനമൊന്നും കൊടുക്കാതെ വളർത്തിയെടുക്കാവുന്നതാണ്. നമ്മളിതിൻ്റെയും സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് നടുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് കുറച്ച് അത്യാവശ്യം നല്ല കട്ടിയായിട്ട് വരുന്ന സ്റ്റെമ്മാണ്. കണ്ടോ, അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ വളർന്ന് നിൽക്കുന്നതും. 2 ചൂടാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത്. അപ്പോൾ അരേലിയൊക്കെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിപ്പം പ്ലാന്റ് നഴ്സറികളിൽ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ പരിപാലനം തന്നെയാണ്. നമുക്ക് അധിക പരിപാലനം കൊടുക്കാതെ ഏതൊരു കാലാവസ്ഥയിലും മണ്ണിലും ഏതൊരു തരത്തിലുള്ള മണ്ണിലാണെങ്കിലും നന്നായിട്ട് വളർന്ന് വരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ നമ്മുടെ മിനിയേച്ചർ അരേലിയ പ്ലാന്റ് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട്, കാരണം ഗ്രീൻ കളറും വൈറ്റും കൂടെ ലീഫിലിങ്ങനെ മിക്സഡ് ആയിട്ട് വരുന്നതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം ഈ ഒരു അരേലിയ പ്ലാന്റിനും അത്യാവശ്യം വെയിലൊക്കെ തട്ടാവുന്ന പ്ലാന്റാണ്. അപ്പോൾ വെയിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ വളർന്ന് വരുന്നതായിരിക്കും.
അപ്പോൾ ഇതിൻ്റെയും സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഏതൊരു പ്ലാന്റ് ആയാൽ പോലും നമ്മൾ മെയിനായിട്ട് അതിൻ്റെ പോട്ടിംഗ് മിക്സ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് ഉറപ്പായിട്ട് നമ്മൾ മാറ്റി കൊടുക്കുക. കംപ്ലീറ്റ് മണ്ണ് നമ്മൾ കുറച്ച് എന്തെങ്കിലും വെള്ളത്തിലോ മറ്റോ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മണ്ണ് ഫുൾ അങ്ങ് പോയി കിട്ടും. അതിനുശേഷം നമ്മൾ പോട്ടിംഗ് മിക്സ് ശ്രദ്ധിക്കുക. പോട്ടിംഗ് മിക്സ് ഞാൻ കൂടുതലും മണലും ചാണകപ്പൊടി മണ്ണൂടെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മണലിടുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫ്, നമ്മൾ ഏതൊരു പ്ലാന്റ് എടുത്താലും അതിൻ്റെ ലീഫ് ഒന്നും പൊഴിഞ്ഞു പോകാതെ പ്ലാന്റ് പെട്ടെന്ന് ചുവട് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ മണൽ ഒരുപാട് ഇട്ട് വേണം നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഈ കാണുന്ന നമ്മുടെ വയലറ്റ് മുല്ലി എന്ന് പറയുന്ന ചെടിയാണ്. വളരെ ചെറിയൊരു പ്ലാന്റ് ഞാൻ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ വീഡിയോസ് കണ്ടവർക്കറിയാം, വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടാണോ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പോട്ടിംഗ് മിക്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫുൾ മണ്ണ് നമ്മൾ മാറ്റിയിട്ടാണ് ഈ ഒരു വയലറ്റ് മുല്ല ചെടി നട്ടിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ട് നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ വളരെ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഏതൊരു പ്ലാന്റ് നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോഴും നമ്മൾ അതിൻ്റെ മണ്ണ് ഫുള്ള് മാറ്റിയിട്ട് മണലും ചാണകപ്പൊടി ഇട്ടിട്ട് വേണം പോട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ ഒരു മിനിയേച്ചർ അരിയലിയ പ്ലാന്റ് പൊതുവെ വലിയ കീടശല്യങ്ങളൊന്നും അങ്ങനെ കണ്ടുവരില്ല. ചില സമയങ്ങളിൽ വിട്ടിലോ മറ്റോ കയറി ചിലപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ കഴിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലീഫ് നല്ല രീതിക്ക് നിറച്ചുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റിന് ആ ഒരു ഭംഗി വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗിസൈഡ് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുക. ഒരു ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെ മറ്റും യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ പൊതുവേ വലിയ പരിപാലനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ അരിയലിയ പ്ലാന്റ്സൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പോട്ടിംഗ് മിക്സിൽ കൂടുതൽ മണൽ ആഡ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ റെയിനി സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ പുറത്താണ് വയ്ക്കുന്നതെങ്കിൽ മഴവെള്ളമൊക്കെ ഒരുപാട് വീഴുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മണലിട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകാതെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും നമ്മുടെ പോട്ടിംഗ് മിക്സ് പ്രോപ്പർ ആണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ വെർട്ടിക്കൽ പോട്ടിൽ കട്ട് ചെയ്ത് നട്ടിട്ടുള്ള അരേലിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ചുവട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിലായ ശേഷം നമുക്ക് വലിയ വലിയ പോട്ടിലേക്ക് വളങ്ങളെല്ലാം ആഡ് ചെയ്ത് നട്ടു കൊടുക്കാവുന്നതാണ്. നമ്മുടെ അരേലിയ ചെടിക്ക് അത്യാവശ്യം നമ്മൾ വലിപ്പത്തിലുള്ള പോട്ട് എടുക്കുകയാണെങ്കിൽ പ്ലാന്റ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പം ചെറിയ കമ്പുകൾ കട്ട് ചെയ്ത് നട്ട് പൊടിപ്പിച്ച് നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്കിനി വലിയ പോട്ടുകളിലേക്ക് മാറ്റി കൊടുക്കണം. ഇപ്പോൾ അത്യാവശ്യം നല്ല റൂട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പോട്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് റൂട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ റീപോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുള്ളൂ. നമുക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ കണ്ടോ, ലീഫുകൾ ഇങ്ങനെ അടുത്തടുത്തായിട്ടാണ് വരുന്നത്. നല്ല തിക്കായിട്ടാണ് നമ്മുടെ പ്ലാന്റ് വളർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കുറച്ച് പ്രൂൺ ചെയ്തുകൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബുഷിയായിട്ട് നമ്മുടെ പ്ലാന്റ് നിൽക്കും. അത് കൂടുതൽ ഭംഗിയായിരിക്കും കാണാനും. അപ്പോൾ ഈ അരേലിയ പോലുള്ള പ്ലാന്റ്സ് എപ്പോഴും നമ്മൾ കട്ട് ചെയ്തൊക്കെ നിർത്തുന്നതായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഇതുപോലെ മിനിയേച്ചർ അരേലിയ പ്ലാന്റ്സ് കിട്ടുകയാണെങ്കിൽ പരമാവധി കളക്ട് ചെയ്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഭംഗിയാണ് നമ്മുടെ ചെടി കാണാനും. അപ്പോൾ നമ്മൾ മണ്ണ്, ഇതിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് പ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ അരേലിയ ചെടിയുടെ പരിപാലനത്തെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.